അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ലമയൂർ പോകാൻ പറ്റിയില്ല. സോ വി ആർ ഹെഡിങ് ടു ലമയൂർ ടുഡേ. 7 മണിക്ക് ഇറങ്ങും എന്ന് വിചാരിച്ച, പക്ഷേ ഇപ്പോൾ 7:45. ഓൺ ദ വേ വി മൈ ഗെറ്റ് എ ലോട്ട് ഓഫ് സൺലൈറ്റ്. ബട്ട് ഓക്കെ, എല്ലാം ഇതുകൊണ്ടാണ്. ഈസ് ദ കളർ. ബട്ട് ബ്യൂട്ടിഫുൾ സ്റ്റേ. ഐ തിങ്ക് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ ഗുഡ്. ഓ ഷിറ്റ്, എന്താ? ഓ, അടിപൊളി ലൊക്കേഷൻ, നല്ലൊരു സ്റ്റേ, നല്ല ഹോസ്റ്റ്, എസ്പെഷ്യലി ആ ചേച്ചിയൊക്കെ നല്ല അടിപൊളി ട്രീറ്റ്മെൻ്റ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോരെ. അങ്ങനെ ഇന്നലെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത ലമയൂരു ട്രിപ്പ് ഇന്ന് മോർണിംഗ് ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാണ്. കാർഗിലേക്കുള്ള ട്രിപ്പ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ലമയൂരു ചൂസ് ചെയ്തത്. സോ ഇവർ രണ്ടുപേരും ബൈക്കുമായിട്ട് പോയിക്കോട്ടെ, കാരണം കുറച്ച് ഇടുങ്ങിയ ഒരു വഴിയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് ഏർലി മോർണിംഗ് പുറപ്പെടേണ്ടതായിരുന്നു. നല്ല വെയിലായതിനു ശേഷം എന്നും ഇവിടുന്ന് പുറത്തിറങ്ങുക. ബട്ട് തണുപ്പുള്ളത് കൊണ്ട് ചൂടൊന്നും അധികമില്ല, പക്ഷെ നല്ല രീതിക്ക് ടാൻ ആവും. ഞങ്ങൾക്ക് വേറെ എന്താ വേണ്ടത്? ഒരു വലിയൊരു മാജിക് തന്നെയായിരുന്നു. ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വരാത്തത് കൊണ്ടാണോ അതോ എക്സാജറേറ്റ് ചെയ്യുന്നതാണോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. ഒരിക്കലും അല്ല. ലേ എന്ന് പറയുന്നത് കുറച്ച് തണുപ്പ് കൂടിയ, അതും അല്ലെങ്കിൽ മഞ്ഞു മൂടി കിടക്കുന്ന ഒരു ഡെസേർട്ട്, ഒരു മരുഭൂമി അല്ല. അതിന്റെ ഇടയ്ക്ക് കുറെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള വില്ലേജസും ഉണ്ട്. അവിടെ കൃഷി ചെയ്തും പശുവിനെയൊക്കെ നോക്കി ജീവിക്കുന്ന കുറെ സാധാരണക്കാരായ ആൾക്കാരും ഉണ്ട്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി കാണുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ചാണ് താമസിക്കാനൊക്കെ ആയിട്ട് തോന്നും. See how beautiful it is. ഒരു നദിയുടെ കരയിൽ ഓപ്പോസിറ്റ് നോക്കുമ്പോഴത്തേക്കും വലിയൊരു മല, അത് പല കളറിലുള്ള മലയൊക്കെ ആയിട്ട്. ആൻഡ് ഈ ഒരു റിസോർട്ട് അത് അല്ലെങ്കിൽ ഈ ഒരു റെസ്റ്റോറന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഓൾമോസ്റ്റ് ഐസൊലേറ്റഡ് ആയിട്ട്, അധികം ഒന്നുമില്ല, വീടും കാര്യങ്ങളൊന്നുമില്ല, വേറെ കടകളൊന്നുമില്ല. തൊട്ടപ്പുറത്തായിട്ടൊരു മിലിറ്ററി ക്യാമ്പാണ്. അപ്പോ ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ ആൾക്കാർ എങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്നൊക്കെ ചെറിയൊരു അത്ഭുതം നമുക്ക് തോന്നുന്നുണ്ട്. And let's go and have some food. ഇവിടുത്തെ സ്പെഷ്യൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്താണത്? ഷക്ഷൂക്ക എന്നാണ് ഇതിന് പറയുന്നത്. ഇത് കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ ബോയിൽ ചെയ്തിട്ട് അത് ടൊമാറ്റോ സോസിൽ സോട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് വെരി യം. ഇവിടെ ഹോം മെയ്ഡ് ആയിട്ടാണ് ഇവർ ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ബട്ടറും അതുപോലെ തന്നെ ഹോം മെയ്ഡാണ്. ഇപ്പം ഇവിടെ ഈ ഒരു മൊയ്ത്തോ എടുത്തതിൽ ഈ മിന്റ് ഇപ്പം ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് പുള്ളിക്കാരൻ പറിച്ചുകൊണ്ട് പോയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് എന്ന് ശരിക്കും ഫീൽ ചെയ്യിപ്പിച്ചിട്ടുള്ളൊരു സാധനമാണേ. അതുപോലെ തന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫുഡ് ഈസ് സോ ഡെലിഷ്യസ്. ബിരിയാണി പറ്റപ്പാളിയെങ്കിലും ഞാൻ ഓർഡർ ചെയ്ത ഷഷൂക്ക ഈസ് റിയലി ഗുഡ്. ഇതിൻ്റെ ബാക്കിലായിട്ട് ചെറിയ ഒരു ട്രക്കിങ്ങിന് പോകാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ ഒരു വാക്കിംഗ് സ്റ്റിക്കൊക്കെ റെൻ്റ് ചെയ്യും അത്രേ. ആൻഡ് ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പ്രെയർ ഫ്ലാഗ് ഫോർ ഗുഡ് ലക്ക്, 200 രൂപ.
ഗുഡ് ലക്കൊക്കെ ആർക്കാലേ ഇഷ്ടമല്ലാത്ത. ആ സോളിഡ് പെർഫ്യൂം, നല്ല സ്മെല്ലാ. ഞാൻ തുറന്ന് മണത്ത് നോക്കി. തേച്ച് വെച്ചാൽ മതി, നമ്മൾ അത്ര തൂക്കൂലേ അതുപോലെ. മെയ്ഡ് ഫ്രം നാച്ചുറൽ ഫ്ലവേഴ്സ്. ഇതും പ്രെയർ ഫ്ലാഗ് ആൻഡ് ബ്രേസ്ലെറ്റ്സ് വേറെ. ആൻഡ് ടിബറ്റൻ നാഷണൽ ഫ്ലാഗ്. ലിപ് ബാം ഭയങ്കര നെസസറി ആണ് കേട്ടോ ഇവിടെ. സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ് ഈസ് ഗോണ ഹാപ്പൻ ഓവർ ദെയർ. അതായത് എന്തോ റെഡ് ബുള്ളിൻ്റെ ക്യാമ്പയിനോ പ്രൊമോഷനോ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ അത്രയും വലിയ മല ആ സൈക്കിള് എടുത്ത് നടന്ന് കയറി അതിൻ്റെ ഏറ്റവും മുകളിൽ പോയിട്ട് താഴേക്ക് റൈഡ് ചെയ്യുന്നു. ഓ മൈ ഗോഡ്, സീ ദാറ്റ് സ്ട്രെങ്ത് ആൻഡ് കറേജ്.